ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും വലിയ തോതിൽ UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. സാധാരണ നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല. മുസ്ലിമിലെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ലീഗിനിപ്പോ വല്ലാത്ത പ്രതിപത്തി അവരോട്. പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു. SDPI-ക്ക് അമിതമായ ആഹ്ലാദം. പാലക്കാട് നിയോജക മണ്ഡലം LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു. പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. ആദ്യം രംഗത്ത് വന്നത് SDPI-ആണ്. അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം, അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇത് അത്യന്തം ആപൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലായിക്കൊള്ളണം. കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവ പാഠമായിട്ടെടുക്കണം. ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ്. വർഗീയതയുമായി സമരസപ്പെട്ടു. വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി. ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തിയില്ലാതായി. അവിടെ ആ വർഗീയതക്ക് സ്ഥാനമായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയത എതിരിടാൻ കഴിയൂ. മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല, വർഗീയതയാണ് ശക്തിപ്പെടുത്തുക. വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും. അതും മനസ്സിലായിക്കൊള്ളണം. ഇത് 4 വോട്ടിന്റെ പ്രശ്നമോ 2 സീറ്റിന്റെ പ്രശ്നമോ അല്ല, നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് CPIM-ന്. ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല.